ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്തനംതിട്ട ജില്ലയിലെ കോന്നി വനത്തിലും അവിടെയുള്ള നദീതീരത്തെയും ദൃശ്യങ്ങൾ. പുറത്തുള്ള വനവും മലമ്പ്രദേശവും ഒക്കെയാണ്. ഇത് കോന്നി വനമാണ് ഈ കാണുന്നത്. വനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ചെറിയ വഴികളൊക്കെയാണ്, കാട്ടിനുള്ളിലൂടെയുള്ള വഴിയൊക്കെ അല്ലേ. അതുകൊണ്ട് നഗരങ്ങളിലെ പോലെ അതിവിശാലമൊന്നുമല്ല, പക്ഷെ നല്ല വഴിയാണ്. അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തോ ചെറിയ വീടുകൾ പോലെ കാണുന്നുണ്ട്. താഴെ വീടുകൾ കാണുന്നുണ്ട്. ഓഫീസേഴ്സിൻ്റെയോ റേഞ്ചർമാരുടെയോ ഒക്കെ താമസത്തിനുള്ള കെട്ടിടങ്ങളാണോ എന്നറിയില്ല. ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കെട്ടിടങ്ങളാണോ എന്നറിയില്ല. കുറേ ദൂരത്തേക്ക് ആൾപ്പാർപ്പില്ലാത്ത വനം തന്നെയാണ്. ഇതിലെ കൂടെ, അതായത് ഈ വഴിയെ കൂടെ ആനയും മറ്റു മൃഗങ്ങളും ഒക്കെ ഇറങ്ങാറുള്ളതാണ്. ഇനി നദിയിലേക്ക്. കുറച്ച് നോർത്ത് ഇന്ത്യൻസും മലയാളികളുമാണ് കൊട്ടവഞ്ചിയിൽ. ഒന്മാനൊക്കെ ഉണ്ട്. ഇല്ല. നമ്മുടെ മരപ്പെട്ടിയെ കണ്ടുണ്ടോ? അതിൻ്റെ ഒരു ചെറിയ ഷേപ്പില് പെട്ടിയുടെ കാട്ടി ശകലം കൂടെ ഒരു തലയ്ക്കൊരു ഉരുൾമയുണ്ടെന്നുണ്ട്. അതിന് വാലിലൊക്കെ നല്ല രോമമുള്ള നീളമുള്ള വാലുമാണ്. ഇപ്പം നമ്മളാ കണ്ട ആ മലയണ്ണാൻ്റെ വാല് വന്നിട്ടുള്ള വാല. അതിന് സത്യത്തിൽ ചിറകില്ല, പക്ഷെ അതിൻ്റെ കൈയുടെ ഈ മുട്ടിൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ഇങ്ങനെ കൈ ഞാക്കി കഴിയുമ്പോൾ ചർമ്മമാണ് പറയുന്നത് പോലെ. ഇത് ഒരു കിലോ വരെ വെയിറ്റ് വരത്തുള്ളൂ. ഇപ്പം അതിന് നിലത്തുനിന്ന് പറന്ന മരത്തെ കയറാൻ പറ്റില്ല. ആ മരത്തിന് മണ്ടയ്ക്ക് കയറിയിട്ട് ചിറക് തോന്നി ഈ മരത്തിന് എന്നിട്ട് ആ മരത്തിന് മണ്ടയ്ക്ക് എന്നിട്ട് അടുത്ത മരത്തിലോട്ട് പോകും. അതൊരുപാടുണ്ട് ഈ വനത്തിൽ. സന്ധ്യയാകുമ്പോഴത്തേന് ഭയങ്കര സൗണ്ടിൽ ഈ കരിയിലേക്കകത്ത് ഇവൻ പൂർവ്വം പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇവൻ രാത്രി ആ പനത്തിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പൂർവ്വം പിടിക്കത്തില്ല. ഈ വെളിയിൽ ഇറങ്ങിക്കഴിയുന്ന ഒരു ഊറിലും പെടുപ്പുണ്ട്. ഉയർന്നു ഇരുന്നുകൊണ്ടാകുമ്പം ഈ പടപടപടപടോന്ന് വീഴുന്ന സൗണ്ട് കേൾക്കാം. എന്നിട്ട് ഇത് അലയ്ക്കുകയും ചെയ്യും. ചക്കയൊക്കെ വന്ന് കോരന്ന് തിന്നുകയൊക്കെ ചെയ്യും. അതിന് ഞങ്ങൾ പറയുന്ന പേര് പാറാൻ. പാറാൻ. പിന്നെ പെരുകെന്ന് പറയുന്ന ജീവിയുണ്ട്. അത് രണ്ട് സൈസ് ഉണ്ട് ഈ വാക്കി. വലുതുമുണ്ട് ചെറുതുമുണ്ട്. പെരുക്. പൂരനെന്ന് പറയുന്നൊരു മാനുണ്ട്. ചെറിയ വാലൊന്നും ഇച്ചിരി ഒരു 5 കിലോ വരെയൊക്കെ വെയിറ്റ് വരും. പുള്ളിയും പോരുമൊക്കെ ഉണ്ട്. അതിച്ചിരി ഉള്ളതിലും അതിൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്ന കേട്ടാൽ നമ്മൾ പേടിച്ചത്. നമ്മളിങ്ങനെ വനത്തിൽ കയറി പോകാമെങ്കിൽ ചില തടിയുടെ പോട്ടിലൊക്കെ ചേർന്ന് കിടന്നിട്ട് ഒറ്റ കനട്ട് നമുക്ക് അറിയാൻ പറ്റൊരു പയസം. ഈ പ്രായറിയത്തില്ല. തൊണ്ടിയോ? തൊണ്ടി. ഇത് വഴി സൈഡിലൊക്കെ കാണുന്ന മരമാണ്, മണൽ മരമായിട്ട്. ഓങ്ങ്. മുന്നോട്ടുള്ള യാത്ര നിർത്തുന്നതിന് തൊട്ട് മുമ്പ് കൊട്ടവഞ്ചി ഒന്ന് കറക്കും. അതാണിത്. അവിടെ ആറ്റുതീരത്ത് 2 മണിമരുതിയുണ്ട്. സാധാരണ കാണുന്ന വയലറ്റും പിന്നെ ഒരു റോസും, നല്ല കളർ.
ആറ്റുകടമ്പ് നീർച്ചാമ്പ പോലെ ഒരു മരമാണ് വനനീർച്ചാമ്പയുടെ. ആന ഇറങ്ങുന്ന സ്ഥലമായത്. അതുവഴി ഇറങ്ങുമായിരിക്കുമല്ലോ. മിക്കവാറും 4 മണിക്ക് ശേഷമൊക്കെയാണ് ഇറങ്ങുന്നതെന്നാണ്, വനത്തിൽ നിന്ന് ഇറങ്ങുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ചില സമയം വൈകിട്ട് ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ഉച്ചയ്ക്കും ക്ലോസ് ചെയ്യും. നമ്മൾ ചെല്ലുന്ന എല്ലാ സമയത്തും എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും ഒന്നും കാണാൻ പറ്റിയെന്ന് വരികയില്ല. അന്നേരം ഉള്ളതിനെയൊക്കെ കാണാത്രേ ഉള്ളൂ. അടവി ഇക്കോ ടൂറിസം. അടവി ഇക്കോ ടൂറിസം ബോർഡ് കണ്ടിരുന്നു. ഈ മരം എന്നതാണെന്നറിയുമോ? ഇത് ഞങ്ങൾ പുങ്കെന്നാണ്. പുങ്ക്. ഇവിടെ അടുത്താണോ? ഇളുപ്പ മരം. റോഡ് സൈഡിലൊക്കെ കാണുന്ന പുങ്ക്. ഇഞ്ച, വള്ളി. ഇഞ്ചയ്ക്ക് മൂടിന് ഭയങ്കരമായിട്ട് ഇഞ്ച മരം പോലെ മൂട് വണ്ണം വെക്കും, പിന്നെ ബാക്കി വള്ളി പോലെ. മൂട് ഭാഗം ചെറിയൊരു മരത്തിൻ്റെ അത്രയും വണ്ണം വെക്കുകയും ചെയ്യും. നല്ല ബലവും ഉണ്ട്. മരവള്ളി എന്ന് വേണേൽ പറയാം. ലയനാസ് നീർന്നാ പക്ഷെ ഒന്നും ചെയ്യുകയല്ലോ. ചെയ്യുമോ? അതിലെ ഒരു വഴിയാണോ അതിൽ? ആ പാലം കയറി ഇങ്ങനെ കണ്ണിത്തോട് തേക്കത്തോട് ചിറ്റാറ് പോകുന്ന റൂട്ട്. ഇവിടെ ആനയും കടുവയൊക്കെ ഉണ്ട് കേട്ടോ. ആ ടവർ കാണുന്നതിൻ്റെ അപ്പുറം മുതൽ തണ്ണിത്തോട് എന്ന് പറയുന്ന സ്ഥലം തുടങ്ങും. ഒരു കുരങ്ങുണ്ട് അവിടെ. കൊച്ചു കുരങ്ങ് കെട്ടിപ്പിടിച്ച്. കൊച്ചും തള്ളയൊക്കെ ഉണ്ട്, ചേട്ടനും അനിയനും ഒക്കെ ഉണ്ട്. ഇനി തിരിച്ചു പോകലായി വീട്ടിലേക്ക്. തിരിച്ചും വന്ന വഴിയെ തന്നെ വനത്തിലൂടെ. നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ, അതുകൊണ്ട് വഴി സൈഡിൽ ഒത്തിരി പോസ്റ്ററുകളൊക്കെ കാണാം. ജംഗ്ഷനുകളിലൊക്കെ ഇല്ലികളൊക്കെ വഴി സൈഡിൽ കാണും, അല്ലെങ്കിൽ വഴി സൈഡിൽ ഇല്ലികൾ പിടിപ്പിക്കും. കാരണം ആനയുടെ പ്രസൻസ് വരുന്നവർക്ക് കാണാൻ വേണ്ടി ഇല്ലികൾ പിടിപ്പിക്കും. ആനയുടെ തീറ്റയാണല്ലോ ഇല്ലി. ഊഞ്ഞാലാട്ടവും പിന്നെ കുറച്ച് സ്റ്റിൽസൊക്കെ അവിടെ നിന്ന് എടുത്തിരുന്നു.